നമസ്കാരം. നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് 1054 വെസൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് പരിശോധിക്കാൻ പോകുന്നത്. കറണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കിടക്കുക. ഇതിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന മോട്ടറിൻ്റെ ലൈനിലാണ്. വെള്ളത്തിൻ്റെ ചളി, ഇരുമ്പിൻ്റെ അംശം, കറ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. കാറ്റയുടെ വെസലാണ് വെച്ചിരിക്കുന്നത്. നമ്മളിതിപ്പോൾ മോട്ടറിൻ്റെ ലൈനാണ്. മോട്ടറിൽ നിന്ന് വെള്ളം കയറി പോകുന്ന ലൈനാണ്. ഇതിൽ സർവീസ് മോഡിലാണ് ഉണ്ടാവുക. ഈ മോഡിൽ കയറുന്ന ഫിൽട്രേഷൻ ആവുന്നുണ്ട്, നേരെ ടാങ്കിൽ വെള്ളം വീഴുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ആഴ്ചയ്ക്ക് ഒരു ദിവസം ഇത് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുമ്പോൾ ഇത് നേരെ സർവീസിലാണ് കിടക്കുക. നേരെ ബാക്ക് വാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ഇടും. ബാക്ക് വാഷിലേക്ക് പോകുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ക്ലീനായിട്ട് വെള്ളം പൊക്കോണ്ടിരിക്കും. ഇത് ഏകദേശം കലങ്ങി നോർമൽ വെള്ളത്തിൻ്റെ കളറാവുന്നവരെ വെക്കണം. അതിനുശേഷം നമ്മൾ നേരെ റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ഇടും. റിങ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ കുതിർത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വാഷിംഗ് മെഷീനിലേക്കുള്ള സെയിം കുതിർത്തത്. ഒരു ബാക്ക് വാഷ് ചെയ്തിട്ട് പോകാത്ത ശേഷം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്. അപ്പം കുതിർത്തും ഇങ്ങോട്ട് നോക്കുന്നതായിട്ട് ആദ്യം തെളിഞ്ഞ വെള്ളം വരിക, പിന്നീട് കലങ്ങി തെളിഞ്ഞു. അതുവരെ ഇട്ടതിന് ശേഷം തിരിച്ച് നമ്മൾ വീണ്ടും ബാക്ക് വാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കാണ് ഇടുന്നത്. അപ്പോൾ ആ കുതിർന്ന് ചളിയെല്ലാം കൂടി പിന്നെ ക്ലീനായി പോകും. ക്ലീനായി പോയതിന് ശേഷം തിരിച്ച് സർവീസ്, അതായത് ഫിൽട്ടർ സർവീസ് മോഡിലേക്ക് തന്നെ ഇടും. ഇത് മോട്ടർ ഓണാക്കിക്കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. മോട്ടറിൻ്റെ ലൈനിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ ഒരു സംശയം ഉണ്ടാവും, ലിവർ എങ്ങനെയാണ് നമ്മൾ താത്തുക. ഈ ലിവർ അടിയിലേക്ക് താത്തിയിട്ടാണ് ഇത് ഉണ്ടാക്കുക. മൂന്ന് ഓപ്ഷനുള്ള സർവീസ്, ബാക്ക് വാഷ്, റിങ്സ്, ബാക്ക് വാഷ്, സർവീസ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെ. ഇത് ആഴ്ചയ്ക്ക് ഒരു ദിവസം നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്.